ആ സമയത്ത് വിവിധ അവിടെ ഉണ്ടായിരുന്ന ചുമതലയുള്ള MO, അതുപോലെ സെക്യൂരിറ്റി ഇൻചാർജ് സർജൻ, PWDയുടെ ചുമതലയുണ്ടായിരുന്ന വ്യക്തി ഉൾപ്പെടെ അവരുടെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ഇവിടെ ആ സമയത്ത് ഉണ്ടായ മരണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 5 മരണങ്ങളാണ്. അതിലൊന്ന് ബ്രോഡ് ഡെഡ് ആണ്. അത് മറ്റൊരു സംസ്ഥാനത്ത് നിന്ന് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതേ സമയത്താണ് അവിടെ കൊണ്ടുവന്നത്. അതുകൂടാതെയുള്ള 4 ഡെത്ത് സംബന്ധിച്ചും അതിലൊരാൾക്ക് 7 മണി മുതൽ തന്നെ കാർഡിയാക് അറസ്റ്റ് ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഒരാളാണ് നോൺ ഇൻവേഴ്സീവ് വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്നത്. ആ നോൺ ഇൻവേഴ്സീവ് വെന്റിലേറ്ററോട് കൂടിയാണ് ആ ആളെ പുറത്തേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് ചുമതലയുണ്ടായിരുന്ന അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മെഡിക്കൽ ഓഫീസർ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ഒരാളെ മറ്റ് ബദൽ സംവിധാനത്തോടു കൂടി അവിടെ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ് മറ്റൊരു ആംബുലൻസിൽ കയറി ആദ്യം തന്നെ മറ്റ് ICUവിലേക്ക് എത്തിച്ചത് എന്നുള്ളതും ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. ആ സമയത്ത് ഇവിടെ അതിനു മുൻപ് ഉണ്ടായ ഡെത്തുകളുണ്ട്. ഇത് സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തി എന്താണ് എന്നുള്ളത്. കാരണം ഡോക്ടേഴ്സ് കേസ് ഷീറ്റ് ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടും അവരുടെ ആരോഗ്യനിലയുടെ അടിസ്ഥാനത്തിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഇന്നലെ രാത്രി തന്നെ മീഡിയയെ കണ്ടിരുന്നു. 7:40 മരണം സംഭവിച്ച വ്യക്തിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്രോഡ് ഡെഡ് ആയിട്ടുള്ള വ്യക്തിയുണ്ട്. 7 മണിക്ക് തന്നെ കാർഡിയാക് അറസ്റ്റ് വന്നിട്ടുള്ള വ്യക്തിയുണ്ട്. അപ്പോൾ ആ കേസ് ഷീറ്റ് കൂടി പരിശോധിച്ചുകൊണ്ടാണ് ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ പ്രിൻസിപ്പൽ മീഡിയയോട് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ ചില പരാതി പറഞ്ഞ സാഹചര്യത്തിൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ പരാതി സംബന്ധിച്ചിട്ടുള്ള വസ്തുത എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയുക ഓട്ടോപ്സിയിലൂടെയാണ്, പോസ്റ്റ്മോർട്ടത്തിലൂടെയാണ്. എങ്ങനെയാണ് ഡെത്ത് ഉണ്ടായത് എന്നുള്ളത് കൃത്യമായിട്ട് പോസ്റ്റ്മോർട്ടത്തിലൂടെ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ 2 ഓട്ടോപ്സികൾ നടത്തേണ്ടതായിട്ടുണ്ട്. ഒന്ന് ഹാങ്ങിങ് ഡെത്താണ്, മറ്റൊന്ന് സൂയിസൈഡ് അറ്റംപ്റ്റ് തന്നെയാണ്, പെസ്റ്റിസൈഡ് കുടിച്ചിട്ടാണ്. അപ്പോൾ അത് രണ്ടും അല്ലെങ്കിൽ തന്നെ ഓട്ടോപ്സി നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ മറ്റ് 3 ഡെത്ത് കൂടി, മറ്റ് 3 കേസ് കൂടി ഓട്ടോപ്സി ചെയ്യണം എന്നുള്ളത് മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടതും അല്ലെങ്കിൽ ബന്ധുക്കളോടുകൂടി പറഞ്ഞ് ആ നിലയിൽ ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ്, അത് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ ഒരു മെഡിക്കൽ ടീം, വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ ഒരു മെഡിക്കൽ ടീം മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്ന്, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് ഈ ഇൻസിഡൻറ്റ് ഉണ്ടായത് എന്നുള്ളത് കൊണ്ട് മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട് ടീം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്.